Hi guys, welcome back to our weekend vlogs. അതെ, ഇന്ന് സൺഡേ ആണ്. കുറച്ച് ദിവസമായിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ട് നമ്മളെ വ്ളോഗ്സ്. മേ ബി മോർ ദാൻ എ വീക്ക്. നമ്മുടെ വീക്കെൻഡ് വ്ലോഗ് ഒക്കെ കുറവായിരുന്നല്ലേ. ലാസ്റ്റ് ഒരു ട്രിപ്പ് പോയതാ, അതിന്റെ ഒരു വീക്കെൻഡ് വ്ലോഗ് ആണ് നമ്മൾ ഇട്ടത്. അതെ, അത് കഴിഞ്ഞ് കുറച്ച് ട്രിപ്പിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. എനിക്ക് കോൾഡ് ഒക്കെ പിടിച്ചു. പനി വരുന്നതിന്റെ മുമ്പ് കാണിച്ചോണ്ട് അങ്ങനെ സിക്സ് ആയില്ല. അതെ, ചിരാപ്പുഞ്ചി മഴയത്ത് കളിക്കാൻ പോയതാ. ഇന്ന് പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടന്നില്ല. പനി പിടിച്ച് ഒരാഴ്ച ഫുള്ള് സീനായി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവനെന്താ പ്രശ്നമില്ല, ഇവനാ കൂടുതൽ നനഞ്ഞത്. എന്താ ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് പനിയൊക്കെ പിടിച്ച് മൂഞ്ചി കുത്തിയിരിക്കുവായിരുന്നു. അതെ, ചിറാപ്പുഞ്ചി ആയിരുന്നു. നമ്മള് കുറച്ചല്ല എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കിട്ടൂ എന്ന് പോയി നോക്കാണ്. ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ്. ഈ നല്ല കാറ്റ്, മഴ, നമ്മൾ ഇറങ്ങുമ്പോ നല്ല വെയിൽ. ഗൈസ് ഇത് കണ്ടോ, മഴ വന്ന് പെട്ടെന്ന്. ഞങ്ങൾ ഇറങ്ങുമ്പോ നല്ല വെയിലായിരുന്നേ. സീൻ, കാറ്റൊക്കെ അടിക്കുന്നു. ഇപ്പൊ അവിടെ ഉണ്ടല്ലോ എടച്ചറന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോ ഭയങ്കര വെയിലായിരുന്നു. അതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോ കാറ്റ്, മഴ. ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നൈറ്റ് ആയ പോലെ തോന്നുന്നു. ഫുള്ള് സീനായി. ബൈക്ക് എടുത്ത് വന്നതന്നെ അടിപൊളിയായി. ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ ബൈക്കിൽ പോവാ, ഈ മഴയില് നമ്മള് പെട്ടേരെ ബൈക്കിലാണ്. ഇതൊരു പോക്ക് നടക്കില്ല, എവിടെയും പോക്ക് നടക്കില്ല. അങ്ങനെ മഴ വരുന്നല്ലേ, എനിക്കറിയായിരുന്നു. ഞാൻ അതുകൊണ്ടാ കാർ എടുത്ത് പോവാന്ന് പറഞ്ഞു. എനിക്കെന്തോ ഒരു നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നിങ്ങക്ക് വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്നൊരു നല്ല കാറ്റും മഴയും കൂടെ അങ്ങ് വന്നു. പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച്. സാധാരണ നമ്മള് മഴ ഒരു 2 തുള്ളി വന്നിട്ട് നമ്മളൊന്ന് അറിയിക്കുമല്ലോ മഴ വരാൻ പോകുന്നത്. നമുക്ക് അറ്റ്ലീസ്റ്റ് കയറി നിൽക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും കിട്ടും. ഇത് ആ ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. നൈസായാലും ഇപ്പൊ ഞങ്ങള് സൺഗ്ലാസ് വെച്ചിട്ടേ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ളി ഇരുട്ട. എനിക്ക് മാറ്റി കുറച്ച് ദൈവനെടുത്ത് മാറ്റി കെട്ടുന്നു. ഫുള്ളി ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വന്ന മഴയായതുകൊണ്ട് ഫുള്ള് ഡാർക്കായി അങ്ങ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല, ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നു. നമ്മൾ ആദ്യം എവിടെ പോകുന്നത്? നമ്മൾ ആദ്യം H&M. ആദ്യം അവസാനം H&M ആയിരിക്കണം. ഇത് കൂടുതൽ കറങ്ങാനൊന്നുമില്ല, വയ്യ. നോക്കാം, H&M എന്തോ സെയിൽ നടക്കുന്നത്. നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമോ. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ ഈ മഴ ഒന്ന് ആസ്വദിക്കട്ടെ. പെട്ടെന്ന് വെയിലുണ്ട്, അതിനടുത്തൊരു മഴ ചെയ്തോണ്ട് ഒരു സുഖമുണ്ട് കണ്ടിരിക്കാൻ. ഗായ്സ്, നമ്മളിപ്പോ പടമുകൽ മറ്റേ പൈപ്പ് ലൈൻ ജംഗ്ഷൻ പോകുന്ന റോഡിലാണ്. ഇവിടെ ഫുള്ള് മെട്രോ പണിയാണ്. ഇതൊന്നും അല്ല, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇത്രയും തിരക്ക് കുറവാ. സാധാരണ വീക്ക് ഡേയ്സിലൊക്കെ സാധാരണ ഓഫീസിൽ വരുന്നവര് 1 hour 2 hour ബിഫോർ നേരത്തേക്ക് ഇറങ്ങിയാലേ നമ്മൾ ഓഫീസിൽ എത്താൻ പറ്റുള്ളൂ. ഭയങ്കര ബ്ലോക്കാ. ഇന്ന് ഞാൻ ന്യൂസ് കണ്ടില്ലേ, ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു 2 മണിക്കൂർ നേരത്തെ കുറെ പേര്. പിന്നെ ഭയങ്കര ചെളിയും പൊടിയും അല്ലേ, ഇങ്ങനെ സ്കൂള്, കോളേജ്, ഗട്ടർ, മഴ. ഇവര് മഴ കുറയാണ്ട് ഈ റോഡിന്റെ പണി നടത്താൻ പറ്റില്ലെന്ന്. പിന്നെ ഏത് ക്ലോസ് ചെയ്ത് വെച്ചത്? ഈ സൈഡ് അവർ മെട്രോക്ക് വേണ്ടി ക്ലോസ് ചെയ്ത്. മെട്രോ പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടത്താൻ പറ്റില്ലെന്ന്. റോഡ് പണി ഈ വേനൽക്കാലം ഫുൾ ഇങ്ങനെയല്ലേ കിടന്നിരുന്നേ. പിന്നെന്താ അവര് ഇനി ഒരു മഴക്കാലം കഴിഞ്ഞ അടുത്ത വേനൽക്കാലം ആകുമ്പോ അവരിനെ കുറിച്ച് പറയേയില്ലേ. അതൊന്നല്ല, ഇതിലിപ്പോ ബൈക്കിൽ പോകുന്നവരുടെ അവസ്ഥയാണ്. പിന്നെ സ്കൂള് കോളേജ് പോകുന്നവരൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് ഇവിടെ നിക്കുമ്പോ ആ വൈറ്റ് ഡ്രസ്സൊക്കെ പൊടിയടിച്ച് ഭയങ്കര അവസ്ഥയാന്ന് പറയുന്നത്. ഒരുമാതിരി ഇപ്പൊ മഴ ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല, ഫുള്ള് പൊടിയാണ്. ഒരു വൃത്തിയില്ലാത്ത സ്ഥലമായിട്ടുണ്ട് ഈ ഏരിയ. മെട്രോയുടെ പണി നടക്കുന്നോണ്ട് അത് ഇനി ഒരു 2 വർഷം ഈ മെട്രോയുടെ പണി തീർന്നു കഴിഞ്ഞിട്ട് ഈ റോഡൊന്ന് വൈബാവുള്ളൂ. അത് ഞാൻ ഓക്കെ സെറ്റാ, നല്ല വൃത്തിയായിരിക്കും. അതുവരെ കഷ്ടപ്പാടാണ് ഗായ്സ്. ഇവിടെ കൊച്ചിയില് കണ്ടോ ഒരിത്തിരി റോഡ്, വേറെ റോഡ് മാറി കയറി വരാൻ നോക്കുമ്പോ അവിടെയും ബ്ലോക്ക് ആവും. എന്ന് വെച്ചാൽ എല്ലാം ബാക്കിയെല്ലാം ചെറിയ റോഡാ. സീനാണ്. ഇതിന് വേറെ ഷോർട്ടൊക്കെ നമ്മൾ നോക്കുമ്പോ ഭയങ്കര ചെറിയ റോഡാ. അതിൽ ഒരു വണ്ടി, വലിയ വണ്ടി കയറി കഴിഞ്ഞാൽ പണി തീർന്നു. കണ്ടോ റോഡ് കണ്ടോ, ഫുള്ള് ഗട്ടറും സൈഡൊക്കെ എല്ലാം പൊളിച്ച് എല്ലായിടത്തും പൊടിയൊക്കെ ആയിരിക്കും. ഇപ്പൊ ചളിയാണ്. റോഡ് നല്ലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ മെട്രോയുടെ പണി നടക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നൊക്കെ. ഇപ്പൊ റോഡും കൊള്ളൂല, മെട്രോ പണിയും നടക്കുന്നുണ്ട്.
അറ്റ്ലീസ്റ്റ് ഇവര് ഈ നമുക്ക് വെച്ചേക്കുന്ന റോഡെങ്കിലും ഒരു വൃത്തിക്ക് ഇടണമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളതില് പോവാ, ടാക്സ് അടയ്ക്കുക, ജീവിക്കുക. നമ്മളിവിടെ എത്തി. എത്ര 20 റുപ്പീസോ? ഇതിലൊരു 50 ഉണ്ടായിരുന്നല്ലോ. ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇതിൽ കിടക്കുന്നുണ്ട്. ആ ₹20 പാർക്കിംഗ് ചാർജ്. ഓക്കെ. എത്ര മണിക്കൂർ വേണേലും പാർക്ക് ചെയ്യാം. ബാക്കിൽ വണ്ടിയോ? ഇന്ന് ഇവിടെ തിരക്ക് കുറവാന്ന് തോന്നുന്നു കേട്ടോ, സാധാരണ ഉള്ളതിനേക്കാളും. അതിന് നമ്മള് നേരത്തെ വന്നില്ലേ? നമ്മൾ നേരത്തെ യൂഷ്വലി നമ്മള് ഷോപ്പിങ്ങിന് പോകുന്നത് ഉച്ച കഴിഞ്ഞിട്ടാ. ഉച്ച കഴിഞ്ഞാകുമ്പോ എല്ലാരും ഇറങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഇപ്പൊ സൺഡേ ഒക്കെ അല്ലേ, എല്ലാരും എണീറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. 11:30 ആയിട്ടുള്ളൂ. ഈ പ്രൈം സ്പോട്ട് കിട്ടണമായിരുന്നു കേട്ടോ. ഇവിടെ ഇടാം. ഇനി ആരെങ്കിലും വരുമ്പോ നമ്മളെ ഫ്രണ്ട് കൊണ്ടുപോയിടും. ഓക്കെ, നമ്മള് H&Mലെത്തി. ഇതാണോ ഷോർട്സ് ഇട്ടിട്ട് വന്നിട്ട് ഔട്ട്ഫിറ്റ് എന്നാ? എന്റെ ഔട്ട്ഫിറ്റ് കാണിക്കണോ? ഓ മോനെ, നീ ഡ്രസ് എടുക്കാൻ വന്നാണോ ഷോ ചെയ്യാൻ വന്നാണോ? അല്ലേ, ഷോഫിനാണോ? ഇല്ലല്ലോ. ഓ, എല്ലാം സെയിലാണല്ലോ ഇട്ടേക്കുന്നത്. ഫുള്ള് സെയില് എല്ലാം സെയില്. ഇന്ന് ഇവിടുത്തെ ഷോപ്പിംഗ് ബാഗ് ഫുള്ള് നടക്കൂലേ? എടുത്തോ, ഒന്ന് ഷോപ്പിംഗ് ബാഗ് എടുക്ക്. ഫുള്ള് സെയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ സാധനം കിട്ടുമെന്ന് അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കേ. എന്തേ ഇതൊക്കെ എടുക്ക് നോക്കാം. കുറെ ആയല്ലേ ഇപ്പൊ ബാഗ് നിറഞ്ഞിരിക്കുന്നു. ഒന്ന് പോയേ, ഒരു ബാഗ് മതി. ഇത് ആദ്യം ട്രയൽ ചെയ്തിട്ട് പിന്നെ നോക്കാം. സേലാന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് കൂട്ടുന്നുണ്ട് ഗൈസ്. അതന്നെ ഇത്. കുറച്ചധികം സാധനങ്ങളുണ്ട്. ഓഫർ എന്ന് പറയുമ്പോൾ ഓഫർ വലിയ രീതിക്ക് ഓഫർ എന്നല്ലെന്ന് തോന്നുന്നു. പക്ഷെ സാധനങ്ങൾ കുറച്ചധികം ഉണ്ട്. നോർമലി ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ സാധനമുണ്ട്. പിന്നെ മോർണിംഗ് നേരത്തെ കൂടെ വന്നുകൊണ്ട് എല്ലാം ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. തിരക്കില്ല. ഫസ്റ്റ് സെക്ഷൻ ട്രൈ നോക്കിയിട്ട്. ഓ, ഇതെന്താ പോയിക്കൊണ്ട് നോക്കോ? പോയി നോക്കട്ടെ. പൊക്കോ, പറഞ്ഞു വിട്ട ഒരു ബാഗ് കൂടെ എടുക്കാം. ഇത് ഞാൻ കുറച്ച് ലുക്ക് കൂടിപ്പോയാ. ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് മെയിൻ സെക്ഷനിൽ വന്നു. മെയിൻ സെക്ഷനിലും നല്ല ഇഷ്ടംപോലെ സെയിൽ ഇട്ടിട്ടുണ്ട്. എവിടെ നീലക്കൊന്ന് തുടങ്ങാം. മെൻസിൻ്റെ സൈഡ് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ ഉണ്ട്. ഇതെല്ലാം സെയിലിട്ടേക്കുന്നത്, പക്ഷെ എല്ലാം വൈറ്റാണ്. ഈ വൈറ്റും ബീജ് കളറും മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് നടക്കുന്നുണ്ട്. ഈ ടീഷർട്ടൊന്നും അത്ര ഒരു ഒന്നുമില്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണുന്ന സെയിം മോഡൽ, വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലല്ലോ. എന്താ കറങ്ങി നടക്കുന്നേ? കിട്ടിയാ? ബാക്കിയുള്ളത് എന്ത് ചെയ്യും?
അത് പറ്റുന്നില്ല. പറ്റുന്നില്ലേ? ഇത് 3 കിട്ടിയുള്ളൂ. 3 എടുത്തിട്ടുണ്ട്. ഏത്? ആ നല്ലാണല്ലോ. നോക്ക് സൈസ് ഉണ്ടോ? എടുത്തോ. പച്ച ആൻഡ് മീ. നല്ലായിരിക്കും, ട്രൈ നോക്ക്. നീ എടുത്തത് ഇവിടെ? എന്താ ട്രയൽ ചെയ്യാൻ പറ്റില്ലേ? ഓ ഇത്രയും പേര് ഇപ്പം തന്നെ ആയില്ലേ? സമയം എത്ര? 12:15. ഓക്കെ, നമ്മൾ 11:30 വന്നില്ലേ? അതുകൊണ്ട് ഫസ്റ്റ് രണ്ടാമത് എന്താ നീ കയറിയത്? പെടും. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ടല്ലല്ലോ, പാൻറ് നോക്കാനാ? ആരാ എക്സൈറ്റഡാ? കൊറേ സാധനം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനെ ഇട്ടേക്കണം? എടുത്തോ. 2 കവർ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഇത് ട്രയൽ ചെയ്ത കവറാണ്. ഇപ്പൊ ട്രയൽ ചെയ്തോ. ഇനിയും കഴിഞ്ഞിട്ടില്ലേ? എവിടെ? ഇതെത്ര സുഖമില്ലല്ലോ. മെറ്റീരിയൽ എങ്ങനെ? ബൂട്ട് കട്ട്. അതാ എൻ്റെ ഫിറ്റ്. ബൂട്ട് കട്ട് ഫിറ്റിങ്ങാണ്. നമുക്ക് നേരെ സ്ട്രെയിറ്റ് ഫിറ്റാണ് വേണ്ടത്. കടയിൽ നിൽക്കുവാണോ? എനിക്കൊരു ഷർട്ട് M സൈസ് ആണോ? 7 എണ്ണാണ് ട്രയൽ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കേറിപ്പോ വേണ്ട, അത് പറയണ്ട. അവരെ പൊക്കിയാലോ? ഞാൻ 8 കൊണ്ടുപോയായിരുന്നു. അവര് പറഞ്ഞു അപ്പൊ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ കയറിയത്. ക്യൂ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്തത് കൊണ്ടുപോകുമ്പോ 7 എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. മെൻസിൻ്റെ സൈഡ് ഭയങ്കര സെയിൽസ് ഷോക്കാണ് ഗൈസ്. ഒന്നും കൊള്ളൂല. വെറുതെ ഇത് എല്ലാവരും കിടന്ന് വെറുതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആരും ഒന്നും എടുക്കുന്നില്ല മെൻസിൻ്റെ സൈഡ്. ഇതാണ് ട്രയൽ റൂമിൻ്റെ അവസ്ഥ. ആരുമില്ല. വുമൻസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭയങ്കര സീന്. അവിടെ അതിനേക്കാളും തിരക്ക്. മുടി ഏതാക്കുന്നത്? എനിക്ക് കാല് വേന എടുക്കണേ. ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. ഹായ് എന്നാ? എന്തത്? ഓ ഫ്ലവറിനെ പോലെ ഉണ്ടോ? ഓ ഫ്ലവർ ഷേപ്പുള്ള മുടി. ഹെയർ ക്ലിപ്പ്. ലൈറ്റ് കളർ ഫ്ലവർ. ആനിമൽ പ്രിന്റ് ഉള്ള സാധനം. ഇത് എന്തിനാ? ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാനോ? ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇത് കോംബോ പാക്കാന്ന് തോന്നുന്നു. 1 എടുക്കുമ്പോൾ 2 വരുന്നുണ്ട്. അതെ, ഇത് കപ്പിൾസിന് വേണ്ടി മാത്രമുള്ളതാണ് ഗൈസ്. ഏയ് 2 എണ്ണം അല്ല, ഇത് 2 എണ്ണം വരുന്ന കോംബോ ആയിട്ടാണ് വരുന്നത്. സിംഗിൾ പീസ് അവിടെ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്താ വാങ്ങിയത്? ഓ കൊറേ വാങ്ങിച്ചു കൂട്ടിയല്ലോ. കൊറേ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട്. വലിയ കവറല്ലേ? പോവാ, ഇറങ്ങാല്ലേ? പോവല്ലേ? സമയം എത്രയെന്നറിയോ?
സമയം എത്രയാ? 1:30 എന്തോ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. 1:45, 1:50. സംഭവം എന്താ അറിയോ, ഞാൻ ഓർത്ത് 11 വന്നു കഴിഞ്ഞാൽ ഒരു 2 hours മാക്സിമം, കുറച്ച് ഫയൽ ചെയ്യാണ്ടാവുമല്ലോ, 2 hours പരിപാടി തീർത്ത് ഒരു 1 o'clock ആകുമ്പോൾ നമുക്ക് ലഞ്ചും കഴിച്ച് അങ്ങനെ പോവാന്ന് ഓർത്തത്. 1 കഴിഞ്ഞു. 1 കഴിഞ്ഞു. ഇപ്പൊ 2 മണിയായി. വിശക്കുന്ന നേരത്തെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് എന്ത് ബ്രഞ്ച് ഒന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ കഴിച്ചിറങ്ങിയല്ലേ, അതുകൊണ്ടൊക്കെ വിശക്കുന്നു ഓർത്തു. പക്ഷെ സമയത്രായി നോക്കില്ല, കഴിക്കാം, എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം. പിന്നെ ഇവിടെ വെയിലായി, മഴ പോയി വെയിലായി. ഞാനതെടുത്ത് ഞാൻ എടുത്ത്. നല്ല രസല്ലേ, എനിക്കിഷ്ടാ. തക്കുടു നാളെ വീഡിയോയില് വരാൻ പോകുന്നു യൂട്യൂബില്. നോക്കി ഗൈസ്, നമ്മള് കാക്കനാട് എത്തി. വിട്ടാ ഞാൻ വിളിച്ചോളാം, നീ പഠിക്കണ്ട. നമ്മള് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാന്ന് ഓർത്തു, പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പോൾ വീട്ടിൽ തന്നെ പോയി. വീട്ടിൽ ചോറുണ്ട്, ചോറും ചിക്കൻ ഫ്രൈയും ഉണ്ട്. അപ്പൊ വീട്ടിൽ ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അമ്മ ചോറും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചേക്കാന്ന് ആലോചിച്ചിട്ട് നമ്മളിപ്പോ ഫ്ലാറ്റിലേക്ക് പോവാണ്. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. കുറച്ച് അങ്ങനെയല്ല, അത്രേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ നോർമലുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി കുക്ക് ചെയ്യുന്ന സാധനമല്ലേ? ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ അവർ വീക്കെൻഡ് വ്ളോഗ് ദിസ് വീക്ക് അല്ലേ? അതെ. പറഞ്ഞോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye guys.